നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിജെപിയുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ തൃശൂരിൽ നരേന്ദ്രമോദി. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് ബിജെപി പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ദേശീയപാത 66 മതിലകം പുതിയകാവ് വളവിനടുത്ത് പിക്കപ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിയുടെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് തൃശൂരിൽ നരേന്ദ്രമോദി. കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും ശക്തമായി വിമർശിച്ച മോദി കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് തൃശൂരിൽ റോഡ് ഷോ നടത്തി. റോഡ് ഷോയ്ക്ക് ശേഷം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ നടക്കുന്ന മഹിളാ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞത്. 2:30 ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂരിലെത്തിയ പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് തൃശൂർ സ്വരാജ് റൌണ്ടിലെത്തി റോഡ് ഷോ നടത്തിയത്. തുടർന്ന് തേക്കിൻകാട് മൈതാനിയിൽ സംഘടിപ്പിച്ച വനിതകളുടെ സമ്മേളന വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തി. കേരളത്തിലെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തായിരുന്നു പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. കേരള की मेरी माता और बहनों, കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ, आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है. मैं आपका बहुत बहुत आभारी हूं. आप सभी को 2024 की अनेक अनेक शुभकामनाएं. कल ही वड़क्कुम नाथन मंदिर में शिव खुद विराजे हैं. इस मैदान पर जब हम एकत्र हुए हैं तो विश्व प्रसिद्ध त्रिशूरपुरम उत्सव का उत्साह ही नजर आ रहा है. केरला की कल्चरल कैपिटल त्रिशूर से निकलने वाला ये संदेश पूरे केरला में नई चेतना का संचार करेगा. കഴിഞ്ഞ 10 വർഷം സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ പദ്ധതികൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗം. साथियों, बीते 10 वर्षों में हमने महिलाओं का जीवन आसान बनाने के लिए अनेक कदम उठाए हैं. हमने 10 करोड़ उज्ज्वला गैस कनेक्शन दिए. ये सफलता कैसे मिली? मोदी युडे गारंटी. हमने 11 करोड़ परिवार की बहनों को पाइप से पानी दिया. ये क्यों हुआ? मोदी युडे गारंटी. हमने 12 करोड़ परिवार की बहनों के लिए टॉयलेट बनवाया. ये कैसे बने? मोदी युडे गारंटी. हमने 1 रुपए में सुविधा सैनिटरी पैड्स की योजना शुरू की. ये किसे संभव बनाया? मोदी युडे गारंटी. हमने केरला की 60 लाख महिलाओं के बैंक अकाउंट खोले. ये सफलता कैसे मिली? मोदी युडे गारंटी. हमने 30 करोड़ से अधिक मुद्रा लोन महिला लाभार्थियों को दिए. ये कैसे संभव हुआ? मोदी युडे गारंटी. हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया. इसे किसे संभव बना दिया? मोदी युडे गारंटी. हमने सैनिक स्कूलों में बेटियों के एडमिशन का रास्ता खोला. ये कैसे संभव हुआ? मोदी युडे गारंटी. मोदी युडे गारंटी. കേരളത്തിലെ കോൺഗ്രസ് CPM പാർട്ടികൾ പേരിൽ മാത്രമാണ് രണ്ടായി നിൽക്കുന്നത്. അഴിമതിയും അക്രമവും കുടുംബവാഴ്ചയും ഇവർ ഒരുമിച്ചാണ് നടത്തുന്നത്. ഇപ്പോൾ ഇവർ ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ രണ്ടല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
കേരളത്തിന്റെ വികസനം NDAയിലൂടെ മാത്രമേ സാധിക്കൂ എന്നും സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് അറിയാവുന്നത് വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കലാണെന്നും ശബരിമലയിലെ കുത്തഴിഞ്ഞ നടത്തിപ്പ് വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കഴിവില്ലായ്മയാണെന്നും പ്രസംഗത്തിൽ ആരോപിച്ചു. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് പ്രധാനമന്ത്രി മോദി പ്രസംഗിച്ച വേദിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ BJP പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. യൂത്ത് കോൺഗ്രസ് ചാണകവെള്ളം തളിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചായിരുന്നു BJP പ്രവർത്തകർ തടഞ്ഞത്. നേർക്കുനേർ പ്രകോപന മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് BJP പ്രവർത്തകർ നിന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി. പ്രതിഷേധിക്കും എന്ന വിവരത്തിൽ കുറച്ചു പോലീസുകാർ മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. ഇതിനിടയിൽ BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ BJP പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം അതിരുവിടുന്ന ഘട്ടമായി. BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ പോലീസ് ഇടപെടുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന് ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൗകര്യമൊരുക്കി കൊടുത്തെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല. ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും ആക്രമിക്കാൻ പോയിട്ടില്ല. അക്രമികൾക്ക് സൗകര്യമൊരുക്കുകയാണ് പോലീസ്. എന്തുകൊണ്ട് അക്രമികളെ അറസ്റ്റ് ചെയ്യുന്നില്ല? പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണകവെള്ളം തളിക്കാൻ പോലീസ് സൗകര്യം ചെയ്തു കൊടുക്കുകയാണെന്ന് അനീഷ് കുമാർ ആരോപിച്ചു. ഞങ്ങളുടെ വേദിയിൽ കോൺഗ്രസ്സുകാർക്ക് എന്താ കാര്യം? കോൺഗ്രസ്സുകാരുടെ വേദിയിലല്ല ഞങ്ങൾ വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്താണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? ഇത് PFI ചാരനായിട്ടുള്ള അലവി, അയാള് ഇവരുമായിട്ട് സംസാരിച്ച് ഗൂഢാലോചന നടത്തി അയാളുമായി സംസാരിച്ചിട്ടാണ് ഈ അക്രമികൾ ഇതുവരെ വന്നത്. അയാൾ ഞങ്ങളെ ആക്രമിക്കാനാണ് നോക്കുന്ന അലവി. ഞങ്ങൾ ഞങ്ങളെ ഓപ്പോട്ടിലാക്കണം. ഒരക്രമം ഞങ്ങൾ കാണിച്ചിട്ടില്ല. മഹിളാ സംഗമത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ മോദി തേക്കിൻകാട് മൈതാനിയിൽ എത്തിയിരുന്നു. ഇവിടത്തെ വേദിയിൽ ചാണകവെള്ളം തളിക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. മോദിയുടെ സമ്മേളനത്തിന് വേദിയൊരുക്കുന്നതിന് നായ്ക്കനാലിലെ പൂരം കൊടിയേറ്റുന്ന ആൽമരം മുറിച്ചു നീക്കിയതും നടവഴി അടച്ചുകെട്ടിയതും വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ദേശീയപാത 66 മതിലകം പുതിയകാവ് വളവിനടുത്ത് പിക്കപ്പ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശികളായ ജോർജ്, അന്തോണി, അനീഷ്, മൈസൂർ സ്വദേശി പ്രസന്നൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും ചെറിയ മീൻപിടുത്ത വള്ളവുമായി തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന പിക്കപ്പ് വാനും എതിരെ വന്നിരുന്ന പിക്കപ്പ് വാഹനവുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ പുന്നയ്ക്ക ബസാറിലെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കുറ്റൂരിൽ കടയ്ക്ക് തീപിടിച്ച് ലക്ഷങ്ങളുടെ നാശനഷ്ടം. കോലഴി പഞ്ചായത്തിൽ കുറ്റൂർ സ്കൂളിന് സമീപമുള്ള ആമ്പൽ സൂപ്പർ സ്റ്റോറിലാണ് പുലർച്ചെ 4 മണിയോടെ തീപിടുത്തം ഉണ്ടായത്. തൃശൂരിൽ നിന്നും ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. കുറ്റൂർ സ്വദേശി ശശികുമാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സമീപത്തുള്ള കടകളിലേക്ക് തീ പടരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. ഒരു ബെഡ് ഷോപ്പും കമ്പ്യൂട്ടർ സ്ഥാപനവും തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇടവേള.